ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 മിഥുനമാസം 26-ാം തീയതി, അതായത് 2017 ജൂലൈ മാസം 10-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 32 നാഴിക ഉത്രാടവും ബാക്കി തിരുവോണവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ഏറെ ആദരണീയനും നമുക്ക് ഗുരുസ്ഥാനീയനുമായ അദ്ദേഹത്തെ നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംശയ ദൂരീകരണം ഉറപ്പുവരുത്തുന്നതിനുമൊക്കെയായി നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യായ ശർമാജി, ഞാൻ തിരുവല്ലയിൽ നിന്ന് റോണി മാത്യു എഴുതുന്നു. ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. പഠനം കഴിഞ്ഞു 2 വർഷമായി. ജോലി ഒന്നും ശരിയാകുന്നില്ല. വിവാഹാലോചനകൾ വരുന്നുണ്ട്, എങ്കിലും ഒന്നും ശരിയാകുന്നില്ല. 7-ലും 8-ലും പാപദോഷമുണ്ട് എന്നാണ് പറയുന്നത്. മേൽപ്പറഞ്ഞ തടസ്സങ്ങൾ മാറ്റിക്കിട്ടുവാനുള്ള പരിഹാരം നിർദ്ദേശിക്കണം എന്ന് അപേക്ഷിക്കുന്നു. റോണിയുടെ ഗ്രഹനിലയിൽ ലഗ്നാൽ 7-ാം ഭാവത്തിലും പാപഗ്രഹമാണ്, 8-ാം ഭാവത്തിലും പാപഗ്രഹമാണ്, ലഗ്നത്തിൻ്റെ നിൽക്കുന്ന രാശിയിലും പാപഗ്രഹങ്ങളാണ്. അപ്പോൾ അങ്ങനെ 7-ലും 8-ലും മാത്രമല്ല, ലഗ്നത്തിലും 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. കൂടുതൽ ദോഷം വരുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ വിവാഹാദി കാര്യങ്ങൾക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാവും. അതായത് ദോഷശക്തികൾ കൂടുതലായി വരും. ലഗ്നത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവും ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹവും നിന്നാൽ ആ പൂർണ്ണ ദൃഷ്ടിയോടെ പൂർണ്ണ ബലത്തോടെ നിന്നാൽ അതിന് ഭയങ്കരമായ നല്ല യോഗങ്ങൾ 100%, 1000 ദോഷം. ഗുരു ഹന്തി, ഗുരു എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ, ബൃഹസ്പതി, സോളമൻ, വ്യാഴം എന്നൊക്കെ അപരനാമധേയങ്ങളിൽ അറിയപ്പെടുന്ന സാക്ഷാൽ വ്യാഴഗ്രഹം പ്രസ്തുത ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ 1000 ദോഷങ്ങളെയും മാറ്റും. രണ്ടാമത് ബലം കിട്ടുന്നത് ശുക്രൻ എന്ന ഗ്രഹവും. ഇടവം, തുലാം, മീനം എന്നീ രാശികൾ ലഗ്നമായി ശുക്രഗ്രഹം നിൽക്കുകയാണെങ്കിൽ അവർക്കും പരിപൂർണമായ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പിന്തുണ ഉണ്ടാവുകയും ജീവിതത്തിലെ അതിപ്രധാനങ്ങളായ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മാറ്റി പേരും പ്രശസ്തിയും ധനവും അഴകും ഐശ്വര്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാവുന്നതാണ്. മൂന്നാമത് ചന്ദ്രൻ എന്ന ഗ്രഹം പൗർണമി ദിവസത്തിൽ ജനിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മീനം, കർക്കിടകം, ഇടവം എന്നീ രാശികളിൽ ലഗ്നമായി ചന്ദ്രൻ പൂർണ്ണബലത്തോടെ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ശക്തിയാൽ അവർക്ക് സൗന്ദര്യം, ദീർഘായുസ്, അതുപോലെ തന്നെ പരമോന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ ശക്തി, പ്രസിദ്ധി, സാമ്പത്തിക പുഷ്ടി, ദാമ്പത്യഭാഗ്യം, അഴകും ഐശ്വര്യവും, ആരും മോഹിക്കുന്ന രീതിയിലുള്ള ശാരീരിക സൗന്ദര്യവും ഇക്കൂട്ടർക്കുണ്ടാവും. ലഗ്നത്തിൽ രാഹുവും 7-ൽ ഖേതുവും 8-ൽ ചൊവ്വയും നിൽക്കുന്ന റോണിക്ക് ദാമ്പത്യപരമായി ആരെങ്കിലും അവനവൻ്റെ ഉറ്റവരോ ഉടയവരോ അവരുടെ വിവാഹം, ഉദ്യോഗം, അല്ലെ കുടുംബത്തിലെ കടം, അല്ലെ മാതാപിതാക്കളുടെ രോഗം, അല്ലെ കുടുംബത്തിലെ ബാധ്യതകൾ എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അവനവൻ്റെ വിവാഹം, അവനവന് ഇഷ്ടപ്പെട്ട ഇണ എന്നിവയ്ക്ക് അവർ മാറ്റിവെക്കപ്പെടും. അല്ലെങ്കിൽ ഇണങ്ങിക്കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും. ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞപ്പം 10, 32, 35 ഒക്കെ 40 ഒക്കെ വയസ്സായി. പിന്നെ അതിന് പറ്റിയ ഒരു തണ്ടിയും തുണയും കിട്ടാൻ ബുദ്ധിമുട്ട് വരികയും ഏജ് ഓവർ എന്ന ആ ഒരു വ്യവസ്ഥയിലേക്ക് മാറിയിട്ട് തടസ്സം വരികയും ചെയ്യും. ഇപ്പം റോണിക്ക് ഇങ്ങനെയുള്ള ഒരു വിഷയമാണ് കാണുന്നത്. ഒന്നും ഇണങ്ങി വരുന്നില്ല. പ്രത്യേകിച്ച് കർക്കിടക രാശിക്കാരായ പുണർതം, പൂയം, ആയില്യംകാർക്ക് ഇപ്പം ശുഭസൂചകമായിട്ട് ഒന്നും വരുന്നില്ല. 2017 സെപ്റ്റംബർ പകുതി വരെ വ്യാഴഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം സകലവിധത്തിലും ദോഷകരമാണ്. അതിന് പ്രമാണം തന്നെ പറയുന്നത് ആചാര്യന്മാർ 3-ലെ വ്യാഴം മുടിഞ്ഞു വാഴും
മാനം കെടുത്തും മുഖവിളി കൂട്ടും മരണം കായ്ക്കും മാതാ പിതാ മാതുല സഹോദരാതി ദുഃഖവും അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും അമ്മാവൻ വഴിക്കും സഹോദരാദികളാലും ദുഃഖമോ മരണവാർത്തയോ ഉണ്ടാവുകയും ഈ രാശിപ്പെട്ടവർക്ക് മൊത്തത്തിൽ വരുന്ന സെപ്റ്റംബർ പകുതി വരെ ശുഭകാര്യങ്ങൾക്കെല്ലാം തടസ്സം വരാനുള്ള സാധ്യത 90%. എന്നാൽ സെപ്റ്റംബറിന് ശേഷം രക്ഷാനായകൻ രംഗത്ത് വരും. 2019 സെപ്റ്റംബറിനുള്ളിലായി 4ാമത്തെ വ്യാഴം നിൽക്കുന്ന കാലം നാനാവഴികളിൽ സഹായം ലഭിച്ചിടും അറിഞ്ഞുകൊള്ളുക ലക്ഷണം. പല വഴികളിൽ കൂടെ സഹായങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഹോണി മത്യുവിന് ഈ സമയത്ത് കല്യാണാലോചനകൾ മുറുകുകയും കല്യാണമൊക്കെ നടക്കുകയും ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഇണങ്ങിക്കിട്ടണം എന്നില്ല. ലഗ്നത്തിലും 7ലും 8ലും പാപം ഉള്ള സ്ത്രീ പുരുഷന്മാർക്ക് യുവാക്കൾക്ക് ഇതായിരിക്കും ഫലം. ലഗ്നത്തിലും 7ലും 8ലുമൊക്കെ ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് വേഗന്നും നല്ല ബന്ധങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് വരും എപ്പിസോഡുകളിൽ നമുക്ക് വരുന്ന കത്തുകളിലൂടെ അത് എല്ലാവർക്കുമായി വിതരണം ചെയ്യാവുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പാക്കുക.